എൻ്റെ പേരോ എൻ്റെ ഡെസിഗ്നേഷനോ പുള്ളിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ പറയാൻ പറ്റില്ല, വിരോധം വെച്ചുകൊണ്ട് തന്നെ ഒരു ഭയപ്പാടില്ലാതെ ജീവിക്കാൻ ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് സൗകര്യമുണ്ടായിരുന്നു. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പിന്നോക്കങ്ങളൊന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കൂടി ബി ജെ പി ഒരു ഭയപ്പാടോടുകൂടി ഇവർ കണ്ടിരുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ ഒരു ഭയപ്പാടിലേക്ക് മാറുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് തോന്നി തുടങ്ങുമ്പോഴാണ് ഭയപ്പാടുണ്ടാകുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നിന്നും ബി ജെ പിയിലേക്ക് ആളുകൾ വരാത്തൊരു കാലഘട്ടത്തിൽ 30 വർഷം മുമ്പ് ബി ജെ പിയിൽ ചേർന്ന ഒരാളാണ് എ കെ നസീർ. അദ്ദേഹം ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നു. എന്തുകൊണ്ടായിരുന്നു കാരണം? വളരെ വ്യക്തമായി പറയുന്ന കാരണങ്ങളാണ് ക്രൈമിന് നൽകിയ നീണ്ട അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം നൽകിയ 1 മണിക്കൂറുള്ള അഭിമുഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം MT രമേശ് 9 കോടി രൂപ മെഡിക്കൽ കോളേജിന് വേണ്ടി കോഴ വാങ്ങി എന്ന് അടിവരയിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അതിൻ്റെ ആ വീഡിയോയുടെ 1ാം ഭാഗമാണ് പ്രസിദ്ധീകരിക്കുന്നത്. ഈ 1ാം ഭാഗത്തിൽ ബി ജെ പിയിലെ ആ പ്രമുഖരായ നേതാക്കന്മാരാണ് ബി ജെ പിയെ നശിപ്പിക്കുന്നത്, അവർ കാരണമാണ് ഞാൻ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ച് സി പി എമ്മിൽ ചേർന്നത് എന്ന് വ്യക്തമാക്കുകയാണ് എ കെ നസീർ. വളരെ വിവാദപരമായ ഒരു അഭിമുഖമാണിത്. അതിൻ്റെ 1ാം പാർട്ടാണിത്. ഈ ഭാഗം കണ്ട് തുടർന്ന ഭാഗങ്ങളും കൃത്യമായി കാണുക. താങ്കൾ ബി ജെ പിയുടെ അഖിലേന്ത്യാ നേതാവ് വരെ പോയ ആളാണ്. മാത്രമല്ല മുസ്ലിങ്ങളുടെ ഇടയിൽ നിന്ന് ബി ജെ പിയിലേക്ക് ആരും പോവില്ല എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ 30 വർഷം മുമ്പ് താങ്കൾ ബി ജെ പി ചേരുകയുണ്ടായി. പിന്നെ എന്താണ് താങ്കൾക്ക് സംഭവിച്ചത്? ഞാൻ 30 വർഷം ബി ജെ പിയിൽ പ്രവർത്തിച്ചിരുന്നു. ബി ജെ പിയിൽ ഞാൻ ആ പാർട്ടിയിൽ നിന്ന് അങ്ങനെ രാഷ്ട്രീയ മാറ്റങ്ങളൊന്നും ഞാൻ ആഗ്രഹിച്ച് നിന്ന ഒരാളല്ല. കാരണം ബി ജെ പി ഈ നിലയിലേക്ക് വളരുമെന്ന് പ്രതീക്ഷിച്ചുമല്ല ബി ജെ പിയിൽ പോയത്. പക്ഷേ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഉണ്ടായിരുന്ന മാറ്റത്തെ പാർട്ടിയെ വലിയ തലത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ വളരെ മോശമായ ഒരു കാലഘട്ടത്തിൽ ഞാൻ പാർട്ടിയിൽ പ്രവർത്തിച്ചു. നല്ല കാലം വരുമ്പോൾ എനിക്ക് പോകേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടാവും. കാരണം സാധാരണ എല്ലാവരും നല്ല കാലം വരുമ്പോൾ ബി ജെ പിയിലേക്ക് ചെന്ന് കയറുകയാണ്. നല്ല കാലം വരുമ്പോൾ അതിൽ നിന്ന് പോരുന്നു എന്ന് പറയുമ്പോൾ ബി ജെ പി എന്ന സംഘടനയിൽ വളരെ ഗുരുതരമായ നിരവധി പ്രശ്നങ്ങളുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അപ്പോൾ അതാണ് എനിക്ക് ആദ്യമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടാണ്, കാരണം തുടർച്ചയായി ഞാൻ വന്ന കാലഘട്ടങ്ങളിലൊന്നും ഇല്ലാതിരുന്ന പല പ്രശ്നങ്ങളാണ് പിന്നീടുള്ള കാലഘട്ടത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. കാരണം ബി ജെ പി ഇപ്പം എൻ്റെ ഈ 30 വർഷത്തെ രാഷ്ട്രീയ ജീവിതം എടുത്താൽ ഞാൻ ബി ജെ പിയെ 2ആയിട്ട് തരംതിരിക്കുകയാണ്. ഒന്ന് വാജ്പേയി അദ്വാനി കാലഘട്ടം, 2 അമിത്ഷാ മോഡി അമിത്ഷാ കാലഘട്ടം. ഈ രണ്ടും 2 വ്യത്യസ്തമായ തലങ്ങളിലാണ് ബി ജെ പി സഞ്ചരിക്കുന്നത്. വാജ്പേയിയുടെ ഒരു കാലഘട്ടത്തിൽ ബി ജെ പി ഉണ്ടായിരുന്ന ഒരു ജനപ്രീതി എന്ന് പറയുന്നത് വോട്ടിംഗ് അല്ല. വോട്ടിംഗ് ഇപ്പോൾ കൂടിയിട്ടുണ്ട്, പല കാര്യങ്ങളിലും കൂടിയിട്ടുണ്ട്, അതിന് പല കാരണങ്ങളുണ്ട്, അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. പക്ഷേ ആ ഒരു ജനകീയമായ ഒരു മുഖം എന്ന് പറയുന്നത് വാജ്പേയി കാലഘട്ടത്തിൽ വളരെ കൂടുതലായിരുന്നു. അതിന് പ്രത്യേകിച്ച് ജനങ്ങളുടെ മനസ്സിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഭയപ്പാടില്ലാതെ ജീവിക്കാൻ ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് സൗകര്യമുണ്ടായിരുന്നു. കാരണം മുസ്ലിം ന്യൂനപക്ഷങ്ങളെ പിന്നോക്കങ്ങളൊന്നും ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കൂടി ബി ജെ പി ഒരു ഭയപ്പാടോടുകൂടി ഇവർ കണ്ടിരുന്നില്ല. അവരാർക്കാണ് വോട്ട് ചെയ്യുന്നത് ആ പാർട്ടികൾക്ക് ഇന്ത്യയിൽ വ്യത്യസ്തമായ സാമൂഹിക പശ്ചാത്തലം അനുസരിച്ച് അവർ വോട്ട് ചെയ്തു പോകും. പ്രാദേശികമായ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവാം, ദേശീയ പാർട്ടികൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടാവാം. പക്ഷേ അതിലൊന്നും അവർക്കൊരു വ്യത്യസ്തത തോന്നിയിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജനങ്ങൾ ഒരു ഭയപ്പാടിലേക്ക് മാറുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭരണകൂടം മുന്നോട്ട് പോകുന്നതായിട്ട് വളരെ വ്യക്തമായിട്ട് ആളുകൾക്ക് തോന്നി തുടങ്ങുമ്പോഴാണ് ഭയപ്പാടുണ്ടാകുന്നത്. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു മതേതര സ്വഭാവം വെച്ച് എല്ലാ ജാതി മതസ്ഥരും ഒന്നിച്ച സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോഴാണ് ആ രാജ്യത്തിൻ്റെ അഭിവൃദ്ധി എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ജീവിക്കാൻ ജോലി, അല്ലെങ്കിൽ കിടക്കാൻ കിടപ്പാടം, കഴിക്കാൻ ഭക്ഷണം, ഇത് മാത്രം പോരാ. ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിലൊരു സമാധാനം ഈ സമാധാനപരമായ അന്തരീക്ഷത്തിൽ വളരെ വിള്ളലേക്കുന്ന പല പ്രശ്നങ്ങളും പതുക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു താൽക്കാലിക സംവിധാനമാവാം, അല്ലെങ്കിൽ ബി ജെ പിയുടെ സ്ഥായിയായ ഒരു സ്വഭാവമാകും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇവിടെ ഉണ്ടായത് കേരളത്തിലെ ബി ജെ പിയുടെ പ്രശ്നങ്ങളാണ്.
കേരളത്തിൽ ബി ജെ പിയുടെ പ്രശ്നങ്ങളെന്ന് പറയുമ്പോൾ ഇപ്പോൾ സുരേന്ദ്രൻ പ്രസിഡൻ്റായി വന്നതിന് ശേഷം അതിനു മുമ്പ് മുരളീധരൻ പ്രസിഡൻ്റാവുന്ന കാലഘട്ടത്തിൽ മുരളീധരനും വ്യക്തിപരമായിട്ട് എന്നോട് എന്തോ ചെറിയൊരു സ്നേഹക്കുറവെന്നോ വിദ്വേഷമെന്നോ എന്താണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങൾ തമ്മിലൊരു പേഴ്സണലായിട്ടൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വ്യക്തിപരമായിട്ടൊരു സ്നേഹക്കുറവിന് ഇടയും വന്നിട്ടില്ല. അങ്ങനെ ആരുമായിട്ടും വ്യക്തിപരമായിട്ടൊരു സ്നേഹക്കുറവ് ഉണ്ടാക്കുന്ന രീതിയിൽ എൻ്റെ ഭാഗത്തുനിന്നൊരു പെരുമാറ്റം ആരോടും ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് മുരളീധരനോടും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അപ്പോൾ പലപ്പോഴും കുറേ ഒരു 10 വർഷമായിട്ട് എനിക്കങ്ങനെ പലപ്പോഴും പല തരത്തിൽ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ഉറപ്പിക്കുന്ന വിധത്തിൽ പല കാര്യങ്ങളും പിന്നീട് ഇങ്ങനെ കടന്നു വരികയാണ്. അതാണ് കൂടുതൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. അതിലൊന്ന് എന്ന് പറയുന്നത് കുമ്മനം രാജശേഖരൻ കേരളത്തിൽ ബി ജെ പിയുടെ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു യാത്ര. അപ്പോൾ കേരളത്തിൽ ബി ജെ പി പ്രസിഡന്റുമാർ സി കെ മുതൽ എല്ലാ പ്രസിഡന്റുമാരും കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ ഫുൾ ഞാൻ കൂടെയുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗിക്കാവുന്ന പ്രസംഗികരുടെ പ്രധാന പട്ടികയിലെ ഒരു പ്രാസംഗികനായിട്ട് ഞാൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ രാജേട്ടൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ രാജേട്ടൻ ആലുവയിലൊരു വ്യവസായികളുടെ ഒരു മീറ്റിംഗ് വിളിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെടുകയും, അപ്പം ഞാൻ അതിനുള്ള അറേഞ്ച്മെൻറ്റ് പ്രധാനപ്പെട്ട പ്രമുഖ വ്യവസായികളൊക്കെ വിളിച്ചു കൂട്ടി വലിയൊരു മീറ്റിംഗ് സംഘടിപ്പിച്ചു. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പാർട്ടി കേൾക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആ പാർട്ടി കേൾക്കുകയും അതിന് അവർക്ക് ആവശ്യമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ആ പരിഹരിക്കാനായിട്ട് നിവേദനം സ്വീകരിച്ചുകൊണ്ട് പാർട്ടി ഫോർവേഡ് ചെയ്ത് അവർക്ക് പരിഹരിച്ചു കൊടുക്കുക. ഇതാണ് ലക്ഷ്യം. അങ്ങനെ വ്യവസായികളുടെ മീറ്റിംഗ് വിളിച്ചു. ഏകദേശം ഒരു 40-50 വ്യവസായികൾ അന്ന് ആലുവയിൽ കൂടി. അപ്പോൾ ആലുവയിൽ കൂടിയപ്പോൾ ഇവർ എല്ലാവരും നിവേദനം രാജേട്ടൻ്റെ കൊടുത്തു. അപ്പോൾ രാജേട്ടൻ അതെല്ലാം എന്നെ ഏൽപ്പിക്കാൻ പറഞ്ഞു. എല്ലാം എന്നെ ഏൽപ്പിച്ചു. ഞാൻ അതെല്ലാം തിരിച്ച് പാർട്ടി ഓഫീസിൽ പാർട്ടി കൃത്യമായിട്ട് ഏൽപ്പിച്ചു. അത് പാർട്ടി കൃത്യമായിട്ട് ഫോർവേഡ് ചെയ്ത് ഡൽഹിക്ക് അയക്കുകയും ചെയ്തു. ഡൽഹിക്ക് അയച്ചതിന് ശേഷം ഒരു 3 മാസത്തിന് ശേഷം ഒരു വ്യവസായി, എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ആ വ്യവസായി, ആലുവയിലുള്ള. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് അന്ന് കൊടുത്ത നിവേദനത്തിലൊരു നടപടിക്രമങ്ങളൊന്നും ആയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് അതൊന്നും കൂടി ഒന്ന് ഫോളോ അപ്പ് ചെയ്യേണ്ടി വരും എന്ന് പറയും. അത് നമുക്ക് ചെയ്യാം. അങ്ങനെ ഞാൻ വീണ്ടും സ്റ്റേറ്റ് ഓഫീസിൽ പോകുന്നു, കുമ്മനമായിട്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരാതി നേരത്തെ തന്ന നിവേദനം വീണ്ടും ഒന്നും കൂടി ഡൽഹിക്ക് ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ഫോർവേഡ് ചെയ്ത് കാര്യങ്ങൾ സംസാരിച്ച് ഇറങ്ങുമ്പോൾ രാജേട്ടൻ എന്നോട് പറഞ്ഞു, നസീർ പണി ചെയ്തുള്ളൂ, അത് മുരളീധരനായിട്ട് സംസാരിച്ചു. മുരളീധരൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് ആ മന്ത്രി. അപ്പോൾ ഞാൻ അപ്പം തന്നെ മുരളീധരൻ അവിടെ വെച്ച് തന്നെ ഫോൺ ചെയ്യുന്നു. ആ മുരളിച്ചേട്ടനാണ് ഫോൺ എടുത്തു. എന്താ നസീറെന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, കാരണം നമ്മൾ പാർട്ടി ഇങ്ങനെ ഒരു വ്യവസായയുടെ പ്രശ്നം നമ്മൾ ഇങ്ങനെ അയച്ചിട്ടുണ്ട്, അപ്പോൾ അതിലൊരു പരിഹാരമായിട്ടില്ല, അപ്പോൾ അതൊന്ന് ഫോളോ അപ്പ് ചെയ്യാൻ രാജേട്ടൻ പറഞ്ഞിട്ടുണ്ട്, അതിനെന്താ ആളെ വിട്ടോളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അയാൾ മറ്റു വ്യവസായനെ വിളിച്ചു. നിങ്ങൾ മുരളിച്ചേട്ടനെ പോയി കണ്ടോളൂ, എപ്പോഴാണ് ഒഴിവ്, അദ്ദേഹത്തിൻ്റെ സൗകര്യം ഒഴിവാക്കി നോക്കിയിട്ട് പോയി കണ്ടോളാം. അങ്ങനെ നമ്പറും കൊടുത്തു. അത് കഴിഞ്ഞ് മുരളിച്ചേട്ടൻ ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിൽ അയാൾ പോയി കാണുന്നു. കണ്ടു വന്നതിന് ശേഷം വ്യവസായി ആ വിവരം എന്നോട് വിളിച്ച് പറയുന്നില്ല. പോയി വന്നതിന് ശേഷം എന്താ റിസൾട്ട് എന്ന് പറയണമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വിഷയം പറഞ്ഞില്ല. അങ്ങനെ പറയേണ്ടായപ്പോൾ ഞാൻ ഒരു 2 ആഴ്ച കഴിയുമ്പോൾ അദ്ദേഹത്തെ തിരിച്ചു വിളിച്ചു. എന്തായി പോയ വിഷയം ശരിയായോ? അപ്പോൾ പുള്ളി ഞാൻ നേരിട്ട് പറയാം എന്ന് പറയും. അങ്ങനെ പുള്ളി ഒരു ദിവസം എൻ്റെ അടുത്ത് വരും. വന്നു കഴിഞ്ഞപ്പോൾ വളരെ വിഷമത്തോടുകൂടി പറഞ്ഞ് ഞാൻ പോയി കണ്ടിരുന്നു, പക്ഷേ പുള്ളി വളരെ മോശമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പോൾ അതൊന്നും നിങ്ങളുടെ കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ എനിക്കത് വളരെ വിഷമമായി. കാരണം ഞാൻ പാർട്ടിയുടെ, നമുക്കിപ്പോൾ മുരളിച്ചേട്ടന് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ അത് എന്നോട് പറയാമായിരുന്നു. നസീർ, അത് ഇന്ന ചെറിയ ബുദ്ധിമുട്ടുണ്ട്, അത് നമുക്ക് ബുദ്ധിമുട്ടാണ്, ചെയ്തു കൊടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ അദ്ദേഹത്തിനോട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ അദ്ദേഹം അവിടെ ചെല്ലുകയും അദ്ദേഹത്തിനോട് മോശമായിട്ട് പെരുമാറുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണല്ലോ. അപ്പോൾ അതങ്ങനെ ഒരു വിഷയം ഉണ്ടായപ്പോൾ ഞാൻ അതങ്ങനെ ആരോടും പറയാൻ പോയില്ല, ഞാൻ വിട്ട് കളഞ്ഞത്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ പല സ്ഥലത്തിലും ഈ മുരളിച്ചേട്ടൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പൗരത്വ ഭേദഗതി ബില്ലുമായിട്ട് വ്യാപകമായ ചർച്ചകളും കാര്യങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പോൾ ഈ സമരത്തിന് വളരെ സജീവമായിട്ട് ഞാനുണ്ട്. കേരളത്തിലെമ്പാടും
ഞാൻ ഇതിന് അനുകൂലമായിട്ട് പ്രസംഗിക്കുന്നുണ്ട്. അതായത് മുസ്ലിങ്ങൾ വളരെ BJP-ക്കെതിരെ എതിരെ നിൽക്കുമ്പോഴാണ് BJP ഒരു മുസ്ലിം നേതാവ് മുസ്ലിമായ ആള് ഇതിന്റെ BJP-ക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ ഇത് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന സമയത്തും അതിന് തൊട്ട് മുമ്പ് വരെ ഈ ഇത്രയും കാലഘട്ടങ്ങളിൽ ഒരിക്കലും ഒരു മുസ്ലിമും എന്നോട് എന്തുകൊണ്ട് നീ BJP പോയി എന്നോട് ചോദിച്ചിട്ടില്ല. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്, ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക. പക്ഷേ ഇതിൽ ഞാൻ പ്രവർത്തിച്ചു വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലും വീട്ടുകാരും ഒക്കെ ചെറിയ പൗരത്വ ഭേദഗതി ബില്ല് നസീർ, അത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നമാണ്, അതിൽ പോകാതിരിക്കുന്നതാണ് നല്ലത് എന്നുള്ള കാര്യങ്ങളെപ്പോഴും. ഞങ്ങളുടെ പള്ളിയിൽ ഇതേമാതിരി ചെറിയ വിഷയം ഉണ്ടായിരുന്നു. ആ പള്ളിയിൽ ഉസ്താദ് ഈ പൗരത്വ ഭേദഗതി ബില്ലിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ജുമാ നമസ്കാരത്തിന് മുമ്പുള്ള പ്രസംഗത്തിൽ സംസാരിച്ചപ്പോൾ ഞാനത് ഉസ്താദിനോട് സ്വകാര്യമായിട്ട് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നമുക്കതിന് വേണ്ടിയിട്ട് വിഷയമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. നമുക്കിപ്പോൾ നമുക്കൊരു സംശയം വരുമ്പോഴാണല്ലോ ഇതിനെപ്പറ്റി നമ്മൾ പ്രതികരിക്കുന്നത്. അപ്പോൾ നാം പൊതുവെ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രക്ഷോഭത്തിലേക്ക് നമുക്ക് പോകണ്ട. നമുക്ക് ആ സംശയം തീർന്നാൽ പിന്നെ ആ പ്രക്ഷോഭത്തിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ക്ലാസ് എടുത്ത് തരാം. ഇനി അത് പോരാ എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് നമുക്ക് സംസാരിപ്പിക്കാം എന്ന് ഞാൻ ഉസ്താദിനോട് ഫോൺ ചെയ്ത് പറയുകയാണ്. പക്ഷേ അത് ഉസ്താദ് തെറ്റിദ്ധാരണയോടുകൂടി കമ്മിറ്റിക്കാരോട് പറയുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ BJP-യുടെ ഒരു നേതാവ് എന്നെ വിളിച്ചിങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ എന്നൊക്കെയാണ് ഉസ്താദ് പിന്നീട് പറഞ്ഞത്. പക്ഷെ അതെനിക്ക് വേദനയായി. പിന്നീട് ഉസ്താദ് തിരുത്തിയെങ്കിലും പൊതുവേ അപ്പോൾ വീണ്ടും എൻ്റെ പ്രസംഗങ്ങൾ ഇങ്ങനെ അവിടെ എൻ്റെ പ്രസംഗങ്ങളൊക്കെ കോട്ട് ചെയ്തിട്ട് മഹലിലൊക്കെ പ്രചരിപ്പിക്കുക. അപ്പോൾ അതിന് രാഷ്ട്രീയപരമായിട്ട് കോൺഗ്രസ്സുകാരും അതിൻ്റെ പിന്നിൽ കൂടിയിട്ടു. അത് ഇപ്പോൾ എനിക്കെതിരെ, കാരണം ഞാൻ നാളെ എങ്ങനെ BJP-യുടെ കാൻഡിഡേറ്റ് ആയാൽ മുസ്ലിങ്ങളുടെ വോട്ട് എനിക്കെതിരാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തന്ത്രപൂർവ്വം ചില നടപടികളും കൂടി ചെയ്തു. പക്ഷെ അങ്ങനെയൊക്കെ വരുത്തി വലിയൊരു പ്രചരണായുധമാക്കി മാറ്റി. പക്ഷെ ഞാൻ എന്നിട്ടും ഞാൻ ശക്തമായിട്ട് എൻ്റെ നിലപാടുമായിട്ട് തന്നെ മുന്നോട്ട് പോയി. അങ്ങനെ ഇടുക്കി ജില്ലയിൽ, അന്ന് എനിക്ക് ഇടുക്കി ജില്ലയുടെ ചാർജാണ്. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഞാൻ ഇതിൻ്റെ ഒരു യോഗത്തിൽ സംസാരിക്കും. അപ്പോൾ ഞാൻ സാധാരണ എവിടെ യോഗം ഉണ്ടെങ്കിലും അത് സംസാരിച്ച് കഴിയുമ്പോൾ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടെങ്കിൽ അവിടെ പോയി നമസ്കരിച്ചിട്ടാണ് പോരാറ്. അത് എവിടെയും കേരളത്തിൽ എവിടെ യാത്ര ചെയ്താലും ഞാൻ വിശ്വാസത്തിൽ 100% ഞാൻ ഉറച്ചു നിന്നിട്ടാണ് പോകാറ്. ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണലായിട്ട് ഒരു ജാതിയെ ഒരു മതത്തെ ഒന്നും ക്രിറ്റിസൈസ് ചെയ്ത് സംസാരിക്കാറില്ല. ഞാനത് എപ്പോഴും എല്ലാ മതങ്ങളെയും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ധാരണയിലാണ് ഞാൻ എപ്പോഴും പ്രസംഗങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് പലപ്പോഴും പല സ്ഥലങ്ങളിലും ഈ പള്ളിക്ക് അടുത്തുള്ള യോഗങ്ങളിലൊക്കെ എൻ്റെ പ്രസംഗം കഴിയുമ്പോൾ പള്ളിയിലെ ഉസ്താദ് എന്നെ വിളിപ്പിക്കാറുണ്ട്. സംസാരിച്ച് നല്ല പ്രസംഗം വരുന്നു, നന്നായിരുന്നു, അങ്ങനെ വേണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഒരു BJP-ക്കാരുടെ പ്രസംഗത്തെ പോലും അവർ ആ തരത്തിൽ അംഗീകരിച്ച് പറയുമ്പോൾ ജാതീയമല്ലാത്ത രീതിയിൽ പറയുകയും അവർക്കൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഇതും ഇവിടെ, അപ്പോൾ ഇത് അറിയാവുന്ന കുറേ ആളുകൾ എന്നെ മുൻകൂട്ടി ആക്രമിക്കാൻ പ്ലാനിട്ട് പദ്ധതി ഇട്ടിരിക്കുന്നു. ഇവിടെ ഞാൻ ഈ തൂക്കുപാലത്ത് സംസാരിക്കുന്നു. അപ്പോൾ എൻ്റെ തൊടുത്ത് ജുമാഅത്ത് പള്ളിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നമസ്കാരം കഴിയുമ്പോൾ പള്ളിയിൽ പോകും. അപ്പോൾ ഈ പള്ളിയിൽ എന്നെ ആക്രമിക്കാൻ വന്ന ആളുകൾ എന്ന് പറയുന്നത് അവിടുത്തുകാരല്ല, പുറത്തുനിന്ന് വന്നിരിക്കുന്ന 5 പേരാണ്. അവർ ഏത് തരത്തിലുള്ള ആക്രമണമാണ് ആസൂത്രണം ചെയ്തതെന്നും ഇന്ന് വരെയും പുറത്തായിട്ടില്ല. അത് പുറത്താക്കാത്തതും നമ്മുടെ സംഘടനയുടെ ഈ BJP-യിൽ അന്ന് ഈ BJP-യുടെ നേതാക്കളുടെ കഴിവുകേടെന്ന് ഞാൻ പറയുള്ളൂ. കാരണം BJP-യുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഇത്രയും വലിയൊരു ആക്രമണത്തിന് ഇരയായിട്ട് പോലും അത് ഗൗരവമായിട്ട് സെക്രട്ടറി ആയിരുന്നു. അപ്പം വേറൊരു പാർട്ടിയിൽ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആണെങ്കിൽ വിവരം അറിയും, മനസ്സിലായില്ലേ? പക്ഷെ ആ ഒരു പൊസിഷനിൽ അങ്ങനെ ഇരുന്ന് ഇത് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ എതിർപ്പും ഭേദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പോലീസിനെ കൊണ്ട് കൃത്യമായി അന്വേഷിപ്പിക്കാനും പ്രതികളെ കണ്ടെത്താനും ഇതിൻ്റെ പിന്നിൽ അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ ശരിക്കും പാർട്ടി മുന്നിട്ടിറങ്ങേണ്ടതായിരുന്നു. പക്ഷേ ഇവരൊക്കെ BJP-യിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ മുന്നിട്ടിറങ്ങി അല്ലെങ്കിൽ മുസ്ലിം പള്ളിയിൽ വെച്ച് ഒരു BJP നേതാവിനെ ആക്രമിച്ചു, അതൊരു ചർച്ചയായാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതിനെ പിന്തുണയ്ക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ പള്ളിക്കകത്ത് അല്ലെങ്കിൽ അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ ചർച്ചിനകത്ത് ഒരു വിശ്വാസി ആക്രമിക്കപ്പെടുന്നതിന് ഒരു പാർട്ടിയും അംഗീകരിക്കില്ല. അവിടെ രാഷ്ട്രീയമില്ലല്ലോ. നമ്മൾ പള്ളിയിൽ നമസ്കരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു, അമ്പലത്തിൽ തൊഴാൻ പോകുന്നു. അപ്പോൾ അവിടെ ചെന്ന് അത് രാഷ്ട്രീയമായിട്ട് ബന്ധമില്ല. അവിടെ അവർ ആക്രമിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിനെ നിശ്ചിതമായിട്ട് വിമർശിച്ചൊരു ചർച്ചയായി കൊണ്ടുവരാൻ BJP നേതൃത്വം തയ്യാറായില്ല. അതിന് കാരണം ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഒരു ചർച്ച വന്നാൽ നസീറിൻ്റെ പൊളിറ്റിക്കൽ മൈലേജ് വർദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പൊളിറ്റിക്കൽ മൈലേജ് നസീറിന് കൊടുക്കേണ്ട ആവശ്യമില്ല
അതുകൊണ്ട് നമുക്ക് ഒരു വൈകുന്നേരങ്ങളിലൊരു പന്തംകൊളുത്തി പ്രകടനമായിട്ട് അവസാനിപ്പിക്കാം എന്ന് പാർട്ടി തീരുമാനിച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതൊരു ചർച്ച പോലും മീഡിയയിൽ ചർച്ച പോലും ആക്കാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല. അപ്പോൾ അത് എന്നോട് മാത്രമല്ല, കേരളത്തിലെ പൊതുവെ ബി ജെ പി വളരാത്തതിൻ്റെ സംഘടനാപരമായിട്ടല്ല, അതിൻ്റെ അടിത്തട്ടിലേക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് ഒരു ജനകീയ മുന്നേറ്റം ഉണ്ടാക്കത്തക്ക വിധത്തിൽ ഭരണത്തിലേക്ക് കടന്നു വരാൻ തക്ക വിധത്തിലുള്ള ഒരു ഭരണം ബി ജെ പിക്ക് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഒരാൾ ഇഷ്ടമില്ല എന്നുള്ളതാണ്. കാരണം പരസ്പരം കെട്ടിപ്പിടിച്ച് നടക്കുമെങ്കിലും രാഷ്ട്രീയപരമായിട്ട് ഒരാൾ വളരുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല. ഇപ്പോൾ കേരളത്തിൽ ആദ്യം ജയിക്കേണ്ട മണ്ഡലം എന്ന് കേരളത്തിൽ ബി ജെ പിയും എല്ലാ രാഷ്ട്രീയക്കാരും വിധി എഴുതിയൊരു മണ്ഡലമുണ്ട്, കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം. അത് മാരാർജിയുടെ കാലം മുതൽ വിജയിക്കേണ്ടതാണ്. മനസ്സിലായില്ലേ? 100 വോട്ടിന് താഴെ വോട്ട് നിന്നിട്ട് പോലും ആ മണ്ഡലത്തിൽ പോലും വിജയിപ്പിച്ചെടുക്കാൻ ബി ജെ പിക്ക് ഇന്ന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ മോശമായ പ്രകടനം തന്നെയാണ്. ഗ്രൂപ്പുകൾ പരസ്പരം തോൽപ്പിക്കാൻ ഗ്രൂപ്പല്ല ബി ജെ പിയിലുള്ളത്. ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം ബി ജെ പിയിലില്ല. പക്ഷേ ഗ്രൂപ്പിന് അതീതമായിട്ട് മറ്റ് ചില മറിഞ്ഞില്ലേ, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞണ്ടിൻ്റെ സ്വഭാവമാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്കുള്ളത്. ഒരാൾ രക്ഷപ്പെടുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ അവനെ വലിച്ചതായിട്ടും. ഇപ്പോൾ ഒരാളെ 100% ഉറപ്പായിട്ടും ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ വെച്ചോ, അയാൾ തൊട്ടടുത്ത് ഏതെങ്കിലും മണ്ഡലത്തിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരാളെ തോൽപ്പിക്കാൻ അയാൾ ആദ്യം ശ്രമിക്കുകയുള്ളൂ, അയാൾ ജയിക്കാൻ ആദ്യം ശ്രമിക്കില്ല. കാരണം അതാണ് ബി ജെ പിയുടെ നേതാക്കളുടെ കുഴപ്പം. കാരണം ഒരിക്കലും വേറൊരാൾ ജയിച്ച് കയറുന്നത് സ്വപ്നം കാണാൻ പോലും ഈ ബാലിശമായ രാഷ്ട്രീയക്കാർക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും ബാലിശമായ ചിന്താഗതിയാണ് കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ബി ജെ പിയിൽ നിൽക്കുന്നു. ഇതുപോലെ പല പ്രശ്നങ്ങളും നേരിടുന്നു. അപ്പം ഞാൻ ഇതിൽ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നു. പള്ളിയിൽ മുഴുവൻ ആളുകൾ വന്ന് എന്നെ സംരക്ഷിച്ചതുകൊണ്ട് എനിക്ക് വലിയ കേടുപാട് പറ്റാതെ ഞാൻ രക്ഷപ്പെട്ടു. പക്ഷേ കയ്യിന് പരിക്ക് പറ്റി ഒടിഞ്ഞു, 3-4 ദിവസം ഹോസ്പിറ്റലായി. പക്ഷേ കായികമായി നേരിട്ട് ഫിസിക്കലി അത് ഇവർ വളഞ്ഞെങ്കിലും ഇത് പുറത്ത്, അതായത് കസേര കൊണ്ട് തല്ലാനും പിടിക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായി. അതിൽ കസേര കൊണ്ട് ഒരു അടി കൊണ്ട് കൈക്ക് ഫ്രാക്ചറൊക്കെ പറ്റി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് പോയില്ല. അപ്പോഴേക്കും അവിടെ പള്ളിക്കാർ ഫുൾ സപ്പോർട്ടായിരുന്നുണ്ട്. അപ്പോൾ അവർ സംരക്ഷിച്ചതുകൊണ്ട് നമുക്കങ്ങനെ ഇതല്ലാണ്ട് പോയി. പക്ഷേ അതിന് കാര്യമായൊരു നിലപാടെടുത്തില്ല. ഈ സംഭവം കഴിഞ്ഞ് ഹോസ്പിറ്റലൈസ് ചെയ്തു. ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ വീണ്ടും ഈ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ യോഗങ്ങളിലേക്ക് വീണ്ടും പ്രസംഗിക്കാൻ പോകുകയാണ്. മനസ്സിലായില്ലേ? അത് ഇടുക്കിയിൽ തന്നെ പോയി. ഇടുക്കിയിൽ തൊടുപുഴയായിരുന്നു എൻ്റെ ആദ്യത്തെ, അത് കഴിഞ്ഞിട്ടുള്ള യോഗം. വലിയ ജനാവലിയായിരുന്നു. വലിയ ജനാവലിയിൽ ഞാൻ അതിനെ സംബോധന ചെയ്തു. അതിനുശേഷം പല യോഗങ്ങളും പ്രസംഗിച്ചു. അതിനുശേഷം ഒരു 2 മാസമായി കഴിയുമ്പോഴാണ് പുതിയ സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുതിയ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ കെ സുരേന്ദ്രൻ പ്രസിഡൻ്റായിട്ട് വരികയും. അപ്പോൾ കെ സുരേന്ദ്രൻ്റെ പേര് വരുമ്പോൾ തന്നെ ഞാനും ഞങ്ങളുടെ ഒരു സുഹൃത്ത് വലയങ്ങളുമൊക്കെ കെ സുരേന്ദ്രനെ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കാരണം നല്ലൊരു ഡൈനമിക് പേഴ്സണാലിറ്റിയാണ്, നല്ലൊരാളാണ്. കാരണം അദ്ദേഹം യുവമോർച്ചയുടെയൊക്കെ പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു എനർജറ്റിക് സ്വഭാവം പാർട്ടിക്ക് ഉണ്ടാവും എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ഞങ്ങളൊക്കെ കൂടി മുന്നിട്ടിറങ്ങിയാണ് സുരേന്ദ്രനെ വിജയിപ്പിച്ച് പ്രസിഡൻ്റാക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്കിങ്ങനെ ഇത് പറ്റി ആക്രമിക്കപ്പെട്ടു. ഇതൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് പോകുന്നു. ചീർന്ന ഇത്തവണ കാര്യമായ ഒരു ഇത് പാർട്ടി തരും. കാരണം പാർട്ടിക്ക് വേണ്ടിയിട്ട് ബലിയാടായതാണല്ലോ. ബലിയാടല്ലെങ്കിലും സമാനമായ രീതിയിൽ വന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് നസീർ നല്ലൊരു ഇതിലേക്ക് വരും എന്നൊക്കെ പലരും എന്നോട് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ ശരിയാകും. ഞാൻ സാധാരണ പാർട്ടികളിലൊക്കെ അങ്ങനെയാണല്ലോ കാണുന്നത്. അപ്പോൾ ഞാൻ പക്ഷേ ഇത്രയും കാലങ്ങളിലും ഞാൻ ഒരു സ്ഥാനമോ എന്തെങ്കിലും വേണമെന്ന് ഞാൻ പാർട്ടീനോട് ആവശ്യപ്പെടാറ്. അങ്ങനെ പൊതുവേ ആവശ്യപ്പെടുന്ന ഒരാളല്ല ഞാനിപ്പോൾ ഒരു പാർട്ടീനോടും ആവശ്യപ്പെട്ടില്ല. ഇപ്പോൾ ഞാൻ CPM വന്നിട്ടും ഞാൻ CPM ഞാൻ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ അവിടുന്ന് പോരാൻ തീരുമാനിക്കുമ്പോൾ എവിടെ പോകണമെന്ന് ഞാൻ കുറേ സമയം എടുത്ത് ആലോചിച്ചു. കുറേ ദിവസങ്ങളും മാസങ്ങളൊക്കെ എടുത്ത് ആലോചിച്ചു. അങ്ങനെ അവസാനം എടുത്തൊരു തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് CPM പോകാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനപ്പോൾ അവരോട് എനിക്ക് ഇന്നത് വേണം എന്നൊന്നും ഞാൻ ആവശ്യപ്പെട്ടില്ല. അവർ തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ നിലപാടുമായിട്ട് മുന്നോട്ട് പറഞ്ഞു വന്നത് BJPയിലുള്ളിൽ വേണ്ടത്ര സംരക്ഷണം തന്നില്ല, നമ്മളെ ഒറ്റപ്പെടുത്തുന്ന സമീപനത്തിലേക്ക് കാര്യങ്ങൾ പോയത് കൊണ്ടാണ് നമ്മൾ
അല്ല, അതിൽ വേറൊരു സംഭവം കൂടി വന്നു. അതിപ്പോൾ ഇതിൽ വന്നതിന് ശേഷം പുതിയ പ്രസിഡന്റ് വന്ന് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ എന്നെ നേരെ ഡീപ്രൊമോട്ട് ചെയ്തു തുടങ്ങി. അപ്പോൾ അതിൻ്റെ പിന്നിൽ മുരളീധരനാണെന്നാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കിയത്. ശരിയോ തെറ്റോ ആവാം. അപ്പോൾ എന്നെ മേഖലാ പ്രസിഡൻ്റാക്കി, സെൻട്രൽ സോണിൻ്റെ പ്രസിഡൻ്റാക്കി. കാരണം സെൻട്രൽ സോണിൻ്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ബി.ജെ.പിയുടെ ഭരണഘടനയിൽ അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ഈ ബി.ജെ.പി മേഖലാ പ്രസിഡന്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ പരിപാടിയില്ല. ഇതിന് ശേഷം കുറച്ച് നാളായിട്ട് ഇപ്പോൾ ഉണ്ടാക്കിയെടുത്താണ്. കാരണം ഈ നേതാക്കന്മാരെയൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പരിപാടികളാണ്. അപ്പം അങ്ങനെ മേഖലാ പ്രസിഡൻ്റാണ്. അപ്പോൾ എനിക്ക് സത്യത്തിൽ മാനസികമായിട്ടൊരു വിഷമം തോന്നി. അത് എനിക്ക് ആ സമയം പോലെ എനിക്ക് മാനസികമായിട്ടൊരു ചെറിയ വിഷമമുണ്ടായി. പക്ഷേ ഞാൻ എന്നാലും അത് കുഴപ്പമില്ല. ഞാൻ അതിന് പരാതിയും പറഞ്ഞില്ല. അവിടെ പാർട്ടിയിൽ തന്നെ നിങ്ങളിങ്ങനെ ഡീപ്രൊമോട്ട് ചെയ്തുകൊണ്ട് എനിക്ക് പരാതിയുണ്ട്, എനിക്കാണത് വേണം, അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ എനിക്ക് കോട്ടയം ജില്ലയുടെ ചാർജ് വന്നു. ഞാൻ കോട്ടയം ജില്ലയിൽ അങ്ങനെ ചാർജായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിനുശേഷം എറണാകുളത്ത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാനായിട്ട് മുരളീധരൻ വരെയുണ്ട്. അപ്പോൾ മേഖലാ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാനും ആ യോഗത്തിൽ ഉണ്ട്. അപ്പോൾ മുരളീധരൻ്റെ അപ്പുറം ഒരു സൈഡിൽ ജില്ലാ പ്രസിഡന്റ്, സൈഡിൽ ഞാൻ, പിന്നെ മറ്റു നേതാക്കളൊക്കെ ഇരിക്കുന്നു. ഫ്രണ്ടിൽ 8-10 മീഡിയ പ്രവർത്തകർ ക്യാമറയ്ക്കായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഉദ്ഘാടനത്തിന് എഴുന്നേൽക്കുകയാണ്. ഉദ്ഘാടനത്തിന് എഴുന്നേൽക്കുമ്പോൾ മുരളീധരൻ ഈ വേദിയിലിരിക്കുന്നവരുടെ പേര് പറയുമ്പോൾ എൻ്റെ പേരോ എൻ്റെ ഡെസിഗ്നേഷനോ പുള്ളിക്ക് അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ പറയാൻ പറ്റില്ല, വിരോധം വെച്ചുകൊണ്ട് തന്നെ. അല്ലാണ്ട് പിന്നെ മുരളീധരനെ എല്ലാവരും പേരറിയുക. കാരണം 30 വർഷം മുഴുവൻ ഒരു സംസ്ഥാനം കൂടെ ഇരുന്ന് പ്രവർത്തിച്ച സംസ്ഥാന നേതാവിൻ്റെ പേരറിയില്ലാണ്ട്. അപ്പം എന്നിട്ട് അത് മാത്രമല്ല, പുള്ളി എന്നിട്ട് എന്ത് നസീറാണ് എന്താ മേഖലയുടെ സെക്രട്ടറിയാണ്. അതായത് ഇങ്ങനെ പുച്ഛസ്വരത്തിൽ സംസാരിക്കില്ലേ എന്ന് അത് അടുത്ത് ബാക്കിലേക്ക് തിരിഞ്ഞ് പ്രവർത്തകരോട് സുരേന്ദ്രൻ പറയുന്ന പോലെ. അതെ. അങ്ങനെ അത് എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം അത് നമ്മളങ്ങോട്ട് വല്ലാതെ കൊച്ചാക്കുന്ന പോലെ എനിക്ക് തോന്നി. പിറ്റേ ദിവസം ഞാൻ രാജിവെച്ചു.